രാജീവ് ചന്ദ്രശേഖരനെ പുതിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. മുതിർന്ന നേതാക്കളെ തഴഞ്ഞാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരെ പ്രസിഡന്റായി കൊണ്ടുവന്നത്. 5 വർഷം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന കെ സുരേന്ദ്രൻ പദവി ഒഴിഞ്ഞു. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപിച്ചത്. പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഉൾപ്പെടെ നടക്കുന്ന പ്രതിനിധി സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ നിലവിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. എന്തായാലും കഴിഞ്ഞ 5 വർഷക്കാലമായി കെ സുരേന്ദ്രൻ ആയിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ നയിച്ചിരുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും വലിയ തരത്തിലുള്ള വിഭാഗീയത ആ കാലഘട്ടങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നു. അത് അവസാനിപ്പിക്കാൻ നിരന്തരം ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ആ വലിയ തരത്തിലുള്ള വിഭാഗീയത അവസാനിപ്പിക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് പെർസെന്റേജിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാക്കാനൊക്കെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്നു. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് പെട്ടെന്ന് മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്നത്. ഇന്നലെയാണ് നോമിനേഷൻ പ്രക്രിയയും ഒപ്പം തന്നെ സുസ്മരിച്ചതിനെയും ഒക്കെ കഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് പ്രതിനിധി സമ്മേളനത്തിലാണ് ഇപ്പോൾ പ്രഹ്ലാദ് ജോഷി പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രസിഡന്റ് ആയതിനു ശേഷം ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് മുമ്പിൽ ഈ മുതിർന്ന നേതാക്കൾ വിഭാഗീയമായി ചേരിതിരിഞ്ഞ മുതിർന്ന നേതാക്കളെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള അതൃപ്തി ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട്. ഇവരിൽ ആരെങ്കിലും പ്രസിഡന്റായി വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ ഒക്കെ തഴഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ നിലപാട് എന്തായിരിക്കും? പുറമെ വിമർശനം ഒന്നും ഉന്നയിക്കുന്നില്ലെങ്കിലും, പരാതിയൊന്നും വ്യക്തമാക്കുന്നില്ലെങ്കിലും, പക്ഷേ അവരുടെ അകത്ത് വലിയ തരത്തിലുള്ള അമർഷം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി അവരെ കൂട്ടിയോജിപ്പിച്ച് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ഒപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പുതിയ നേതൃത്വം എങ്ങനെ ഇടപെടും, എത്ര കണ്ട് ബി.ജെ.പിക്ക് അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ആണ് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുക. എന്തായാലും കഴിഞ്ഞ തവണ നേടിയതിലും കുറവ് വോട്ട് ശതമാനം നേടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി രാജീവ് ചന്ദ്രശേഖരന് നേരിടും. ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാജീവ് ചന്ദ്രശേഖരനെതിരെ ദേശീയ നേതൃത്വത്തിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഈ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് തിരിച്ച് താഴത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ പുതിയ പ്രസിഡന്റിന്റെ പിടിപ്പുകേടായി അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഇനി ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചത് ഞെട്ടലോടെയാണ് ഈ പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ അണികളുമൊക്കെ കേട്ടത്. കാരണം ഇങ്ങനെയൊരു പേര് വരുമെന്ന പ്രതീക്ഷ അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിനായി ദേശീയ നേതൃത്വവുമായുള്ള ഇടപെടലുകൾ ഒക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് പുതിയ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷമി. വിജിൻ, സ്വന്തമായ ഒരു മാധ്യമമുള്ള ഒരു പാർട്ടി നേതാവായി ഇപ്പോൾ ഇദ്ദേഹം മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, ഏഷ്യാനെറ്റ് ന്യൂസ് പലതവണ നേരത്തെ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. CPM-നെയും LDF സർക്കാരിനെയും ആക്ഷേപം പറയുന്നത് മാത്രമായി അവരുടെ 8 മണി ചർച്ച മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ നേതാവിന്, ഉടമയ്ക്ക് അപദാനങ്ങൾ വാഴ്ത്തുക, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക, ഇതൊക്കെ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ മണിക്കൂറിൽ തന്നെ 10ഉം 15ഉം പോസ്റ്റുകളൊക്കെ ഓൺലൈനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു നടപടി, അതായത് സ്വന്തം പാർട്ടിക്കകത്തെ എതിരാളികളെ പോലും സ്വന്തം മാധ്യമത്തെ ഉപയോഗിച്ച് ആക്ഷേപിക്കുക, ഒപ്പം എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിമർശനമല്ല വ്യക്തിപരമായുള്ള ആക്ഷേപങ്ങളിലേക്ക് ആ മാധ്യമത്തെ കൊണ്ടുപോവുക, ആ ഒരു ലൈനിൽ തന്നെ ഇനിയും ഇദ്ദേഹം തുടരുമോ വിജിൻ? ഷമ്മി, അത് വ്യക്തമാക്കേണ്ടത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. നിലവിൽ അത്തരത്തിൽ ഒരു മാധ്യമത്തിന്റെ ഉടമ എന്ന നിലയിലും ഒപ്പം തന്നെ വ്യവസായി എന്ന നിലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെയുള്ള ഒരു രാജീവ് ചന്ദ്രശേഖരനെയാണ് പെട്ടെന്ന് തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ഇനി ഈ
പാർട്ടിക്കകത്തുള്ള നേതാക്കളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരായി ഉപയോഗപ്പെടുത്താനോ ഒക്കെ ശ്രമിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ചാനലിന്റെ പൂർണ്ണമായ ക്രെഡിബിലിറ്റി ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ തന്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും നിലവിൽ അത്തരത്തിൽ ഒരു വ്യവസായ പ്രമുഖനാണ്, ഒപ്പം തന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം കുറേ കാലമായി നടന്നുകൊണ്ടിരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നിലവിലെ നേതൃത്വത്തിനോ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരാൾ വരട്ടെ എന്നുള്ള സന്ദേശമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. അവരുടെ ഇടപെടൽ ഇനി എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതിനൊപ്പം തന്നെ കെ സുരേന്ദ്രനും ഒപ്പം തന്നെ മറ്റ് നേതാക്കൾക്കുമൊക്കെ എന്ത് പദവി നൽകും എന്നുള്ളതും പ്രവർത്തകരൊക്കെ ആകാംക്ഷയോടെ ഇരിക്കുന്നതാണ്. കഴിഞ്ഞ തവണ പ്രസിഡന്റായ ശ്രീധരൻപിള്ളയ്ക്കും ഒപ്പം തന്നെ അതിനു മുമ്പ് പ്രസിഡന്റായ കുമ്മനം രാജശേഖരനുമൊക്കെ ഗവർണർ പദവി നൽകി പല സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി സുരേന്ദ്രന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതും ആകാംക്ഷയോടെ പ്രവർത്തകരും ഒപ്പം തന്നെ അണികളുമൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ ഈ കീ പോസ്റ്റിലേക്ക് തന്നെ, പ്രധാനപ്പെട്ട പദവിയിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ആലോചന നിലവിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.